നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ISL അവസാന മാച്ച്, ഈ ഒരു സീസൺ ISL അവസാന മാച്ച് കളിക്കാൻ നാളെ ഇറങ്ങുകയാണ്. നമ്മൾ പ്ലേ ഓഫിൽ കയറിയില്ല. ഇത് നമ്മുടെ അവസാന മാച്ചാണ്. എന്തായാലും ഈ ഒരു അവസാന മാച്ചിന് മുന്നോടിയായിട്ട് അലക്സ് സജി, അതായത് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അലക്സ് സജി പറഞ്ഞ് ഇങ്ങനെയാണ്, അതായത് ഓരോ പോസിറ്റീവ് റിസൾട്ടും ഞങ്ങളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ റിവേഴ്സ് ഫിക്ചറിലെ റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അതായത് ആ ഒരു റിസൾട്ട് ആ ഒരു മാച്ചിൽ അവർ വിജയിച്ചു. അതായത് അവർ വളരെ ഫോം ഔട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സമയത്താണ് അവർ വിജയിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, അതും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഹോം ഗ്രൗണ്ടിലാണ് വന്ന് വിജയിക്കുന്നത്. ആ ഒരു വിജയം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരെ നമ്മുടെ ഹോപ്പ് നിന്നേനെയും. അതായത് ഇന്ന് മുംബൈ സിറ്റി ബംഗളൂരു FC മാച്ച് മുന്നേ വരെ നമ്മുടെ ആ ഒരു ഹോപ്പ് അവിടെ തന്നെ നിന്നേനെ വരുന്നു. എന്തായാലും ആ ഒരു മാച്ചിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. എന്തായാലും ആ ഒരു മാച്ച് വിജയിച്ചെങ്കിൽ പോലും ഈ ഒരു മാച്ചോടെ നമ്മുടെ ഹോപ്പെല്ലാം അവസാനിച്ചേനെ എന്ന് തന്നെ പറയണം. എന്തായാലും ഇവിടെ ഞാൻ പറയാൻ വന്നൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അതായത് അലക്സ് സജി പറഞ്ഞ കാര്യം, റിവേഴ്സ് ഫിക്ചറിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ വിജയിക്കാൻ സാധിച്ചു. ഈ ഒരു മത്സരത്തിൽ എന്ത് വേണം സംഭവിക്കാവുന്നതാണ് അലക്സ് സജി പറയുന്നതും. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുള്ളതാണ് അലക്സ് സജി പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയാം. ഇതിൻ്റെ കാര്യം കൂടിയുണ്ട്, നിങ്ങളെല്ലാം അറിഞ്ഞാണ് നമ്മുടെ മുംബൈ സിറ്റി FC പ്ലേ ഓഫിൽ കയറിയിരിക്കുകയാണ്. എനിക്ക് തുടർച്ചയായിട്ടുള്ള തവണയാണെന്ന് തോന്നുന്നു, ഒരു 4ാമത്തെ 5ാമത്തെ തവണയാണെന്ന് തോന്നുന്നു അവർ പ്ലേ ഓഫിലേക്ക് കയറുന്നത്. എന്തായാലും ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് മുംബൈ സിറ്റി FC സംഭവിച്ചുള്ളത്. സിറ്റി ഗ്രൂപ്പ് വന്നതിന് ശേഷം, സിറ്റി ഗ്രൂപ്പ് നമ്മളെ ഓൺ ചെയ്യേണ്ട ക്ലബ്ബായിരുന്നു ഒരു സമയത്ത്, നമ്മളെ വാങ്ങിക്കാനായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നത്. പിന്നെ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടാത്തതുകൊണ്ട് മുംബൈ സിറ്റി അങ്ങ് വാങ്ങിയതേ ഉള്ളൂ. മുംബൈ സിറ്റി എന്നുള്ള പേര് ഇവിടെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും മുംബൈ സിറ്റി വാങ്ങി, മുംബൈ സിറ്റി വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് ലെവലിൽ പോകുന്നു, മാഗ്നം ഗ്രൂപ്പിൻ്റെയും അതായത് നമ്മുടെ നിഖിൽ നിമകണ്ഠയുടെയും നിമകണ്ഠ പ്രസാദ് അതായത് അച്ഛൻ്റെയൊക്കെ കീഴിൽ നമ്മൾ എങ്ങനെ പോകും നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും മുംബൈ സിറ്റി FC തട്ടിമുട്ടിയിട്ടാണെങ്കിൽ പോലും ഇപ്രാവശ്യം ഒരു സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സെമിയിലല്ല പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. കരയിലിസിൻ്റെ ചാക്തയുടെ ഗോളിലാണ് അവർ മുന്നേറിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അവർക്ക് ഇനി ട്രോഫി അടിക്കാൻ സാധിക്കുമോ, അവരുടെ ട്രോഫി നിലനിർത്താൻ സാധിക്കുമെന്ന്. ഫസ്റ്റ് ഒരു എലിമിനേറ്റർ മാച്ചാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു JFCക്ക് എതിരായിട്ടാണ് തോന്നുന്നു അവരുടെ ആ ഒരു എലിമിനേറ്റർ മാച്ച് അവർ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നു.